ലേവ്യ പുസ്തകം അധ്യായം 18. വിശുദ്ധ ജീവിതത്തിനുള്ള വിളി. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 18 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് വ്യക്തമായ ജീവിത നിയമങ്ങൾ നൽകുന്നു. പ്രത്യേകിച്ച് ശാരീരികവും നൈതികവുമായ ശുദ്ധിയെക്കുറിച്ച്. ദൈവം പറയുന്നു, നിങ്ങൾ മിസ്രയീമിലെ രീതികളെയും കനാനിലെ ആചാരങ്ങളെയും അനുസരിക്കരുത്. അതായത്, ദൈവത്തിൻ്റെ ജനങ്ങൾ ലോകത്തിൻ്റെ തെറ്റായ വഴികൾ പിന്തുടരരുത്. ഈ അധ്യായത്തിൽ അനാചാര ബന്ധങ്ങൾക്കും അനീതിയായ ലൈംഗിക പ്രവർത്തികൾക്കും ദൈവം വ്യക്തമായ നിരോധനങ്ങൾ നൽകുന്നു. ഇവയെല്ലാം ഒരു നിയമം മാത്രമല്ല, മറിച്ച് ഇത് ദൈവത്തിൻ്റെ വിശുദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. ദൈവം വീണ്ടും ഓർപ്പിക്കുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാണ്. അതായത്, ദൈവത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ നിർണയിക്കണം. ഈ നിയമങ്ങൾ ലംഘിച്ച ജനങ്ങൾ അവരുടെ ദേശത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പാപം വ്യക്തിഗതമായതല്ല, അത് സമൂഹത്തെയും ബാധിക്കുന്നു. ഇതിൻ്റെ ആത്മീയ സന്ദേശം, ദൈവം നമ്മെ വേർതിരിച്ച് വിശുദ്ധ ജനങ്ങളായി വിളിക്കുന്നു. നമ്മുടെ ശരീരവും ജീവിതവും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. പുതിയ നിയമത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമായി സൂക്ഷിക്കണം. പ്രിയരെ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്കിടയിൽ ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. വിശുദ്ധ ജീവിതം ദൈവത്തിന് പ്രസാദകരമാണ്. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ വിശുദ്ധതയിൽ നടത്തുകയും തൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.